ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേയായിട്ട് തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ പുറത്ത് പോയപ്പോഴുള്ള കുറച്ച് വിഭവങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പ്ലേറ്റിനകത്ത് കട്ട് ചെയ്ത കുക്കുംബർ, ഒനിയൻ, ലെമൺ ഇത്രയും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ മെയിനായിട്ട് ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയണ്ടേ. പൊറോട്ടയും മട്ടൻ കറിയും, കപ്പ വേവിച്ചതും, മീൻ കറിയും, മീൻ പൊള്ളിച്ചതും. ഇപ്പം മീൻ പൊള്ളിച്ചതിനകത്ത് കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. സവാളയും തക്കാളിയും നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് മീൻ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ കെട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഒന്ന് നമ്മുടെ സവാളയും തക്കാളിയും നാരങ്ങയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ കെട്ടൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് പൊള്ളിച്ച മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചെറുതായിട്ട് ആ വാഴയിൽ ഒന്ന് മാറ്റിയപ്പോഴത്തേക്കിനും നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പം നല്ല ഗ്രേവി ആയിട്ട് മീൻ ഇങ്ങനെ മുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഗ്രേവി എന്ന് പറയാൻ തക്കാളി, സവാള, പിന്നെ കുറേ മസാലയൊക്കെ ആയിരുന്നു. കുറച്ച് മീനൊന്ന് നുള്ളി എടുത്ത് നോക്കിയപ്പോൾ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്തപ്പോഴും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ടയും മട്ടൻ കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പൊറോട്ട ഒന്ന് പിച്ചെടുത്തിട്ട് നമ്മുടെ മട്ടൻ്റെ പീസും പിന്നെ ഗ്രേവിയും കൂടെ ഒക്കെ ഒന്ന് മുക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഗ്രേവി പൊറോട്ടയ്ക്കകത്തോട്ടേക്ക് ഒഴിച്ച് കുറച്ച് പൊറോട്ടയും കൂടെ പിച്ചി നല്ല ഗ്രേവിയിൽ മുക്കി കുറച്ച് മട്ടൻ്റെ പീസും കൂടെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തു. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടും ഉണ്ടായിരുന്നു പൊറോട്ടയ്ക്കും മട്ടൻ കറിക്കും. നല്ല സോഫ്റ്റ് ആയിരുന്നു പൊറോട്ട. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് മേടിച്ചിരുന്നത് ഒരു അവക്കാഡോ ജ്യൂസും കൂടെ ആയിരുന്നു. അപ്പോൾ അവക്കാഡോ ജ്യൂസ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്